പ്രഭാഷകൻ അധ്യായം 31. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ്, വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണ്ണ നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്, നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്, ഭോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും, സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമൃദ്ധം എന്ന് പറയുകയും അരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈ നീട്ടരുത്, ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തിമാറ്റരുത്. അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ. മതിവരായിക കാണിക്കുന്നത് നിന്ദയ്ക്ക് കാരണമാകും. അനേകം പേരോടുകൂടി ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാരസമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല, അവന് ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു, അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദ്ദിച്ചു കളയുക, ആശ്വാസം ലഭിക്കും. മകനെ, എൻ്റെ വാക്ക് കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിൻ്റെ വിലയറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും. അവൻ്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയവുമാണ്. ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവൻ്റെ അല്പത്വത്തെക്കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞ് കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുക്കിൻ്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞ് കുടിക്കാത്തവന് എന്ത് ജീവിതം? അത് മനുഷ്യൻ്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമാണ്. ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അത് അവൻ്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ് സൽക്കാരവേളയിൽ അയൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ
നിർബന്ധിക്കുകയോ അരുത്. Chapter 31. Keeping watch over riches wastes the flesh, and the care of wealth drives away rest. Concern for one's livelihood banishes slumber. More than a serious illness, it disturbs repose. The rich man labors to pile up wealth, and his only rest is wanton pleasure. The poor man toils for a meager subsistence, and if ever he rests, he finds himself in want. The lover of gold will not be free from sin, for he who pursues wealth is led astray by it. Many have been ensnared by gold, though destruction lay before their eyes. It is a stumbling block to those who are avid for it, a snare for every fool. Happy the rich man found without fault, who turns not aside after gain. Who is he that we may praise him? He of all his kindred has done wonders, for he has been tested by gold and come off safe, and this remains his glory. He could have sinned, but did not, could have done evil, but would not, so that his possessions are secure, and the assembly recounts his praises. If you are dining with a great man, bring not a greedy gullet to his table, nor cry out, "How much food there is here!" Remember that gluttony is evil. No creature is greedier than the eye, therefore it weeps for any cause. Recognize that your neighbor feels as you do, and keep in mind your own dislikes. Toward what he eyes, do not put out a hand, nor reach when he does for the same dish. Behave at table like a favored guest, and be not greedy lest you be despised. Be the first to stop, as befits good manners. Gorge not yourself, lest you give offense. If there are many with you at table, be not the first to reach out your hand. Does not a little suffice for a well-bred man? When he lies down, it is without discomfort. Distress and anguish, and loss of sleep, and restless tossing for the glutton. Moderate eating ensures sound slumber, and a clear mind next day on rising. If perforce you have eaten too much, once you have emptied your stomach, you will have relief. Listen to me, my son, and scorn me not. Later you will find my advice good. In whatever you do, be moderate, and no sickness will befall you. On a man generous with food, blessings are invoked, and this testimony to his goodness is lasting. He who is miserly with food is denounced in public, and this testimony to his stinginess is lasting. Let not wine drinking be the proof of your strength, for wine has been the ruin of many. As the furnace probes the work of the smith, so does wine the hearts of the insolent. Wine is very life to man if taken in moderation. Does he really live who lacks the wine which was created for his joy? Joy of heart, good cheer, and merriment are wine drunk freely at the proper time. Headache, bitterness, and disgrace is wine drunk amid anger and strife. More and more wine is a snare for the fool. It lessens his strength and multiplies his wounds. Rebuke not your neighbor when wine is served, nor put him to shame while he is merry. Use no harsh words with him, and distress him not in the presence of others.